പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ശല്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നമ്മുടെ വീഡിയോ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു സാധനം വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഈ പല്ലിയുടെയും പാറ്റേന്റെയും ഒക്കെ ശല്യം മാറ്റിയെടുക്കാൻ പറ്റൂ കേട്ടോ. അപ്പൊ നമ്മുടെയൊക്കെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ പല്ലിയുടെ ശല്യത്തിനേക്കാൾ അധികം പാറ്റയുടെ ശല്യമാണ്. നമ്മുടെ കിച്ചൺ സിങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ പാത്രം കഴുകി വെച്ചാല്, നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൽ എല്ലായിടത്തും പാറ്റയുടെയും പല്ലിയുടെയും ശല്യം ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിന് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടിപ്പായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ആദ്യം നമ്മളൊരു സവാളയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് തൊലി കളഞ്ഞെടുക്കണം. ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ശല്യം മാറ്റിയെടുക്കാം. അപ്പോൾ പിന്നെ നമുക്ക് പല്ലിയും പാറ്റയും നമ്മുടെ വീട്ടിലും വീടിന്റെ പരിസരത്തും വരാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. തൊലി കളഞ്ഞിട്ടുള്ള സവാള നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് പിന്നെ നമുക്ക് ഇതുപോലെ ഒരു ഇടിക്കല്ലിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയിൽ നമ്മൾ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. മിക്സിയിലൊക്കെ അരച്ചെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് പേസ്റ്റ് രൂപത്തിലാണ് കിട്ടുക. അപ്പൊ നമുക്ക് അത്രയും വേണ്ട. നമുക്ക് ഈ ഒരു ഉള്ളി ചതച്ചെടുത്താൽ മതി കേട്ടോ. ആ ഒരു ഉള്ളിയിലുള്ള നീര് മുഴുവനായിട്ട് കിട്ടുന്ന രീതിയിൽ നമ്മളൊന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ നമുക്കൊന്ന് കുത്തി കൊടുക്കാം. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് കെമിക്കൽ ഇല്ലാണ്ട് വീട്ടിലെ കുട്ടികൾക്കും മുതിർന്നവർക്കൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മളിവിടെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇത്രയും നമുക്ക് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. ഒരുപാട് നമുക്ക് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു ഉള്ളിയിലുള്ള ഒരു അതിന്റെ ആ ഒരു നീര് നമുക്ക് നല്ല പോലെ തന്നെ പുറത്തേക്ക് വരണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുന്നത്. അപ്പൊ നമുക്കൊക്കെ പാറ്റയുടെ ശല്യം, കോക്രോച്ചിന്റെ ശല്യമാണ് നമുക്ക് കൂടുതലായിട്ടുള്ളത്. പല്ലിയുടെ ശല്യം നമുക്ക് പിന്നെയും കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൂ. പക്ഷെ പാറ്റയുടെ കോക്രോച്ചിന്റെ ശല്യം നല്ല പോലെ തന്നെ ഉണ്ട്. നമ്മൾ പാത്രം കഴുകി വെച്ചാൽ ആ ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പില്, കിച്ചൺ സിങ്കില്, ഈ ഒരു ഭാഗത്തൊക്കെ നല്ല പോലെ തന്നെ ശല്യം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ ടിപ്പ് ചെയ്തപ്പോൾ നല്ല പോലെ തന്നെ നമുക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആഴ്ചയിൽ ഒരു 2 തവണ വെച്ചിട്ടാണ് ചെയ്ത് നോക്കിയത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കർപ്പൂരാണ്. അപ്പൊ നമ്മൾ കർപ്പൂരത്തിന്റെ ഒരുപാട് ടിപ്പ് കാണിച്ചിട്ടുണ്ട്. പിന്നെ കർപ്പൂരത്തിന് പ്രത്യേകിച്ച് വിലയൊന്നും ഇല്ല. നമുക്ക് ഇത്രയും ഒരു 45 ടാബ്ലറ്റിന് ഉള്ള ഈ ഒരു ബോട്ടിലിന് 20 രൂപ എങ്ങാണ്ട് വരുന്നുള്ളൂ. അപ്പൊ കർപ്പൂരം നമുക്ക് പിന്നെ വീട്ടിൽ പുകക്കാനൊക്കെ എടുക്കാവുന്നതാണല്ലോ. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഒരു 3 കർപ്പൂരത്തിന്റെ ഗുളിക പൊടിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ ഇനി കർപ്പൂരം വീട്ടിലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കാപ്പിപ്പൊടി ഉണ്ടാവുമല്ലോ വീട്ടില്. അപ്പൊ ആ ഒരു കാപ്പിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. കർപ്പൂരമാണ് ബെസ്റ്റ്. അപ്പൊ നമ്മൾ ചെയ്തത് കർപ്പൂരായിരുന്നു. പിന്നെ കാപ്പിപ്പൊടിയിലും ആ ഒരു എഫക്റ്റ് തന്നെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ കാപ്പിപ്പൊടി ചേർക്കാൻ പറഞ്ഞത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരടപ്പ് വിനാഗിരിയാണ്. ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കണ്ടോ, നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് വെള്ളം ആവുന്നില്ല. നമ്മൾ ഈ ഒരു കറക്റ്റ് പരുവത്തിലാണ് കിട്ടുക. ഇനി ഇതുപോലെ നമുക്ക് നമ്മുടെ എവിടേക്കാണോ നമ്മുടെ കോക്രോച്ചിന്റെ ശല്യം ഉള്ളത്, അതുപോലെ തന്നെ പല്ലിയുടെ ശല്യം ഉള്ളത്, അത് ഇതുപോലെ നമുക്ക് പാത്രം മുഴുവനായിട്ട് പാത്രത്തിലായിട്ട് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ആ ഒരു ഉള്ളിയുടെ പീസ് നമുക്ക് പാറ്റ വരുന്ന ആ സ്ഥലത്ത്, കോക്രോച്ച് വരുന്ന ആ ഒരു സ്ഥലത്ത് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. പല്ലി നമുക്കറിയാം നമ്മുടെ ജനാലിന്റെ ആ സൈഡിലൊക്കെ വരും. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. കണ്ടോ, നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിലാണ് കുറച്ച് അധികമായിട്ട് പാറ്റയുടെ ശല്യം ഉണ്ടാവാറ്, അതുപോലെ തന്നെ സിങ്കിലും. അപ്പൊ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. ഈ രീതിയിൽ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാറ്റയുടെ പല്ലിയുടെ ശല്യം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ പച്ചക്കറിയൊക്കെ വെക്കുന്ന ഒരു കൊട്ടയില് പാറ്റ നല്ല പോലെ കാണാറുണ്ട്. അവിടെ ഇതുപോലെ ചെയ്യുക. പിന്നെ നമുക്ക് ഈ ഒരു സ്മെല്ല് കിട്ടിയാൽ അവിടെ പാറ്റയും പല്ലിയും ഒന്നും പതിഞ്ഞിരിക്കില്ല. ഈ ഒരു സ്മെല്ല്, ഇതിന്റെ ആ ഒരു രൂക്ഷഗന്ധം നമുക്ക് കൊണ്ട് പല്ലിയും പാറ്റയൊക്കെ നമുക്ക് ഓടിച്ചെടുക്കാം. അപ്പൊ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. താങ്ക് യു.